കലോത്സവ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കാണാനും കേൾക്കാനും ആസ്വദിക്കാനും അല്ലേ. അപ്പം അതിൽ അങ്ങനെ കണ്ടും കേട്ടും ആസ്വദിച്ച് നടക്കുന്നതിനിടയ്ക്ക് കണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഹരിത കലോത്സവമാണല്ലോ. അപ്പം നഗരസഭയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ള ഒരു 2000 വേസ്റ്റ് ആയിട്ടുള്ള കുപ്പികൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഡോൾഫിനാണ് ഈ കാണുന്നത്. 2000 കുപ്പികളാണ് ഇതിലുള്ളത് കേട്ടോ. ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡോൾഫിനെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ഇത് മാത്രമല്ല, ഈ ഒരു ഹരിത കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെ ഏതൊക്കെ വേസ്റ്റ് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കണം, അതിനാവശ്യമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ധാരാളമായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റുകൾ, കുട്ടകൾ, പ്ലാസ്റ്റിക് അല്ല കേട്ടോ, കുട്ടകൾ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും ഒക്കെ ആയിട്ട് വലിയൊരു സംവിധാനം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഹരിത കലോത്സവത്തിൻ്റെ ആ ഒരു പ്രാധാന്യം വിളിച്ചോതുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഈ കാണുന്നത്. ഹരിത കലോത്സവമാണ് ഇത്തവണ നടക്കുന്നതല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വിളിച്ചോതുന്ന ഒരു പവലിയനാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നഗരസഭ നടത്തിയിട്ടുള്ള വിവിധ ഈ ഒരു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ധാരാളം ഫോട്ടോസ്, അതിൻ്റെ ന്യൂസ്, അതുപോലെ പോസ്റ്റേഴ്സ്, നമ്മൾ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ഇതൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നേതൃത്വം നൽകുന്നത് ഇവിടുത്തെ NSS കുട്ടികളാണ്. ദാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നുണ്ട്. എന്താ പേര്? നിരഞ്ജൻ ഏത് സ്കൂളിലാ? കുന്നോളം ബോയ്സ്. പേരെന്താ? അനാമിക. സെയിം സ്കൂളാണ്. ഇനിയും ഉണ്ട് ആൾക്കാർ? എവിടെയാ? വിഷ്ണു. സെയിം സ്കൂളാണ്. നിങ്ങളൊരു 60 പേരോ മറ്റോ ഉണ്ട് അല്ലേ? NSS 50 പേര് നിങ്ങളുടെ സ്കൂളിൽ നിന്ന്. ഓക്കെ, 50 NSS വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇവിടുത്തെ പല വേദികളിലായിട്ട് നടക്കുന്ന 17 വേദികളുണ്ട്. ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ വേസ്റ്റിൻ്റെ കാര്യം നമുക്കറിയാമല്ലേ, കുറച്ച് പേരാണെങ്കിൽ പോലും വലിയൊരു രീതിയിൽ നമ്മളെ ബാധിക്കുന്ന തരത്തിൽ വേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് എത്രമാത്രം വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രാധാന്യം നൽകണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇത്തവണ നോക്കിയിരിക്കുന്നത്. ഹരിത കലോത്സവം ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള ഒരു കാര്യം, ഗൈഡ് ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ജൈവ മാലിന്യം, അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യം, ഇതൊക്കെ എങ്ങനെ? പ്ലാസ്റ്റിക് ഞങ്ങളിവിടെ ഒരു മുള കൊണ്ടുള്ള ഒരു കൂട ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേജിലും ഒരു 4 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് വേറെയിൽ, നല്ലത് പേപ്പറൊക്കെ വേറെയിൽ, അങ്ങനെ. പിന്നെ പ്ലാസ്റ്റിക് ഇല്ലാത്ത കുന്നോളത്തെയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വിമുക്തമായ കുന്നംകുളം അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? എന്താ തോന്നുന്നത് ഈ ഒരു ദിവസങ്ങളിൽ? തീർച്ചയായിട്ടും. കാരണം അങ്ങനെയാണ് നമുക്ക് ഈ ആളുകളൊക്കെ നമുക്ക് ഒരു ഇത് തരുന്നത്. കാരണം കാണുന്ന റെസ്പോൺസ് അങ്ങനെയാണ്. അതെ, കാരണം ആരും പ്ലാസ്റ്റിക് ഒന്നും ഇടാറില്ല, നമ്മൾ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. പിന്നെ ചിലരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് പ്ലാസ്റ്റിക് ഇടുന്നതിൻ്റെ ബാസ്ക്കറ്റിൽ പ്ലാസ്റ്റിക്കും ജൈവമാലിന്യം ഇടുന്നതിൽ ജൈവമാലിന്യം അങ്ങനെ ഇടുന്നുണ്ടോ മോളെ? ഇടുന്നുണ്ട്. ആൾക്കാരൊക്കെ നല്ല കുട്ടികളാവുന്നുണ്ടോ? കുഴപ്പമില്ല, എല്ലാവരും നല്ല സപ്പോർട്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കലോത്സവത്തിന്റെ സമയത്ത് മാത്രമാണോ ഈ ഒരു മാലിന്യ സംസ്കരണത്തിൽ ഇത്രയും ശ്രദ്ധ? അല്ലാത്തപ്പോഴും ഇങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? സ്കൂളിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യം ജൈവ മാലിന്യം ഇതൊക്കെ വേർതിരിച്ചിടാനൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? സ്കൂളിലും ശ്രദ്ധിക്കാറുണ്ട്. വീട്ടിലും ഉണ്ട്. നമ്മളോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ നിന്ന് നല്ല ശീലങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സൊസൈറ്റിയെ തന്നെ നല്ല രീതിയിൽ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ വെൽ പ്രിപ്പയർഡ് ആണ്. പ്ലാസ്റ്റിക് മാലിന്യം, ജൈവ മാലിന്യം ഇതെങ്ങനെ സംസ്കരിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കൃത്യമായ ഐഡിയ നമ്മുടെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഇനി മുതിർന്നവരാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കലോത്സവത്തിൻ്റെ വേദിയിൽ വന്നു കഴിഞ്ഞാൽ മാലിന്യത്തിനെ കുറിച്ച് ഒരു എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ NSS വോളണ്ടിയേഴ്സ് ഇവിടെ സജ്ജരാണ്. എല്ലാ വേദികളിലും ഉണ്ട്. ഇവരുടെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് മാത്രമല്ല കേട്ടോ, ക്ലീനിങ്ങും നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? പല വേദികളും ക്ലീൻ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു യൂണിഫോം ഇട്ട കുട്ടികളെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസ് ആയിട്ടാണ് നമ്മുടെ NSS വോളണ്ടിയേഴ്സ് ഇവിടെയുള്ളത്. അങ്ങനെ ഈ ഒരു ഹരിത കലോത്സവം അതിൻ്റെ ആ ഒരു പ്രൗഢിയോട് കൂടിയിട്ട് നല്ല ഗംഭീരമായിട്ട് നടത്താനായിട്ട് നമ്മുടെ NSS കുട്ടികളും കൂടെയുണ്ട്. ഇതുപോലുള്ള പവലിയനും മറ്റ് എല്ലാ വേദികളിലും മുള കൊണ്ടുള്ള കൊട്ടകളൊക്കെ വെച്ച് അങ്ങനെ പല രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഹരിത കലോത്സവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇപ്രാവശ്യത്തെ കലോത്സവം ഒരു ഹരിത കലോത്സവമാണ് അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് സ്ക്വാഡായിരിക്കും. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ടുള്ള രഞ്സാറാണ് നമ്മുടെ കൂടെയുള്ളത്. എങ്ങനെയുണ്ട് ഈ ഒരു ഹരിത കലോത്സവം?
നമ്മൾ നല്ല രീതിയിൽ കുട്ടികളിൽ നിന്ന് ഒരു റിപ്ലൈ കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു 50ഓളം NSSൽ കുട്ടികളെ ഇതിനു വേണ്ടി പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. നമ്മൾ കുന്നംകുളം നഗരസഭ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ മാതൃകയായ രീതിയിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി യത്നിക്കുന്ന ഒരു നഗരസഭയാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലടക്കം നല്ല രീതിയിൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ജൈവമാലിന്യവും തരംതിരിക്കുന്നതിനും എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു നഗരസഭയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അറിവ് നമ്മളെ ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്കും കൂടി മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഹരിതബൂത്ത് സജ്ജമാക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് വരുന്ന കുട്ടികൾക്ക് നമ്മളെ ഇന്ന് നഗരസഭ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഈ ബൂത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ബയോബിന്ന് ഉപയോഗിച്ച് ജൈവമാലിന്യങ്ങൾ നമ്മളെ കുന്നംകുളം നഗരസഭയിലെ മുഴുവൻ വീടുകളിലും ജൈവമാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ബയോബിന്നുകൾ നൽകിയിട്ടുള്ളതാണ്. ആയതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയിൽ എവിടെയും 100% നമുക്ക് മാലിന്യരഹിതമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുന്നംകുളം നഗരസഭയുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേര് കേട്ട ഒരു നഗരസഭയാണ്. അപ്പോൾ അതിനൊരു മുതൽക്കൂട്ടായിരിക്കില്ലേ ഈ ഒരു ഹരിത കലോത്സവം? അതെ, ഏറ്റവും നല്ല കുട്ടികൾക്ക് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളാണ് നമ്മളെ ഒരു ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഹരിതബൂത്തുകളും മറ്റും സജ്ജമാക്കിയിട്ടുള്ളത്. ഒരുപാട് കുട്ടികളും നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? വോളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ ഒരുപാട് ഏകദേശം 45ഓളം കുട്ടികളെ ഞങ്ങൾ ഗ്രീൻ വോളണ്ടിയേഴ്സായിട്ട് NSSൻ്റെ കുട്ടികളെ എടുത്തിട്ടുണ്ട്. അവരെ എല്ലാ വേദികളിലും പല വേദികളിലായിട്ട് നമ്മൾ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. മാഡത്തിൻ്റെ പേരെന്തായിരുന്നു? ഷീബ. സർ, പേര് പറയൂ. പേര് സാജൻ ജേക്കബ്. ഞാൻ ഇവിടെ മുൻപ് ഉണ്ടായിരുന്ന സൂപ്രണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയിലെ. ഇപ്പോൾ ഇവിടെ അല്ല, പെരുമ്പടപ്പ് പഞ്ചായത്തിലെ സെക്രട്ടറിയാണ്. ഞാൻ ഈ ഒരു പരിപാടി കാണാൻ വേണ്ടി വന്നു. കലോത്സവം ആസ്വദിക്കാനായിട്ട് വന്നതാണ്. അത് മാത്രമല്ല, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു കേരളമ്മ കോളേജിൽ. അതിലത്തെ ആശ എന്ന് പറഞ്ഞ മറ്റേ സഹപാഠരെ മോള് വേദിക അവിടെ അക്ഷരശ്ലോകത്തിന് ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് മെസ്സേജ് വന്നത്. അപ്പോൾ അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ശരിക്കും പറയാൻ നമ്മുടെ ഈ ശുചിത്വ കേരളത്തിൽ നമുക്ക് വിവിധ ദേശത്തു നിന്ന്, അതായത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നൊക്കെ നമ്മുടെ കുന്നംകുളത്തെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ ശുചിത്വ നമ്മുടെ പ്രോഗ്രാംസ് കാണാൻ വേണ്ടി ആൾക്കാർ വരികയും അവരുമായി ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരിവിടുത്തെ മോഡൽ അതാത് പഞ്ചായത്തുകളിൽ പോയി ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക മോഡൽ ആണ് കുന്നംകുളം മുനിസിപ്പാലിറ്റി. അപ്പോൾ കുന്നംകുളം മുനിസിപ്പാലിറ്റി അങ്ങനെ പലർക്കും ഒരു മോഡലാണ്. അപ്പോൾ അതിലേക്ക് ശരിക്കും നമുക്ക് മാതൃകയാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഒന്നുകൂടെയാണ് ഈ ഹരിത കലോത്സവം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹരിത ബൂത്തും ഇവിടുത്തെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുന്നംകുളം കലോത്സവം ഒരു ഹരിത കലോത്സവമാണല്ലോ. അപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ള ഹരിത ബൂത്തിനകത്താണ് നമ്മളുള്ളത്. അപ്പോൾ ടീച്ചർ ഇതിൻ്റെ ഒരു ബൂത്തിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള KSTF സംസ്കൃത സംഘടന അതിൻ്റെ ഭാഗമായിട്ടാണ്, ഈ ഒരു സംസ്കൃത സംഘടനയാണ് ഇതിൻ്റെ ഒരു ഇൻചാർജ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ഒരു ഹരിത ബൂത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് പറയൂ ടീച്ചർ. ടീച്ചറുടെ പേരെന്താ? എൻ്റെ പേര് പത്മാദേവി. ഞാൻ കിള്ളിമംഗലം സ്കൂളിലെ സംസ്കരണ ടീച്ചറാണ്. നമ്മളിവിടെ കുന്നംകുളം നഗരസഭയുടെ കീഴിൽ ഹരിത ബൂത്ത് തുടങ്ങിയത് തന്നെ നമ്മുടെ കലോത്സവം മുഴുവനും ഹരിതമയമാക്കണ ഉദ്ദേശം തന്നെയാണ്. പൂർണ്ണമായും പ്ലാസ്റ്റിക്കുകളെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിനുവേണ്ടി ജൈവ അജൈവ തിരിക്കാൻ വേണ്ടി ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും എല്ലായിടത്തും 50 വോളണ്ടിയേഴ്സ് ഉണ്ട്. വോളണ്ടിയേഴ്സിനെ ഓരോ വേദിയിലായിട്ട് എല്ലാവരെയും അയച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഉദ്ഘാടന വേദിയും വളരെ ഹരിതമയം തന്നെ ആയിരുന്നു. എല്ലാം തന്നെ ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും സമയം കൊണ്ട് നമുക്ക് എങ്ങനെ തോന്നുന്നു? നല്ല രീതിയിൽ പോകുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ തന്നെ പോകുന്നുണ്ടോ? വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളോട് എല്ലാവരും സഹകരിക്കുന്നുണ്ട്. നാട്ടുകാരും ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും തന്നെ പ്ലാസ്റ്റിക്കുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കലോത്സവം നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ അപ്പുറത്തൊരു പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചിട്ട് ഒരു ഡോൾഫിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 2000 ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുണ്ടാക്കിയ ഡോൾഫിന്. അതേപോലെ തന്നെ അവിടെ ഒരു സെൽഫി കോർണറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു കലോത്സവം
കലോത്സവം ഈ ഒരു ഹരിത കലോത്സവം ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിനെ പരമാവധി ഒഴിവാക്കിയിട്ട് നമ്മൾ ജൈവ മാലിന്യങ്ങളും കൃത്യമായി വേർതിരിച്ച് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള വേർതിരിവൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ഇവർ ആളുകളുടെ ഇടയിൽ ഇറങ്ങി പരിശ്രമിക്കുന്നുണ്ട്. അതിനായിട്ട് ധാരാളം വോളണ്ടിയേഴ്സ് ഉണ്ട്, ധാരാളം ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഹരിത ബൂത്ത് വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡോൾഫിൻ്റെ ആ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുള്ളതും ഒക്കെ വെച്ചിട്ടുള്ളത് ഈ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയായിട്ടുള്ള കുന്നംകുളം ടൗൺ ഹാളിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും ഉണ്ട്.